അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നൂലപ്പത്ത് കഴിക്കാണ്ടാക്കിയ ഒരു ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചപ്പാത്തിയാലും പൊറാട്ടയാലും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം നല്ല വലിയൊരു കോളിഫ്ലവർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ശരിയാക്കി എടുക്കണം. ഒരു പാകത്തെ കഷ്ണങ്ങളാക്കി എടുക്കണം. കൂടുതൽ ചെറുതാവരുത്. കുറച്ചൊക്കെ അത്യാവശ്യം വലിയൊരു കഷ്ണങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് എടുക്കാൻ നല്ലത്. മറ്റല്ലെങ്കിൽ ഉടഞ്ഞു പോവും. ഇനി അതൊന്ന് കഷ്ണാക്കി എടുത്തതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വെക്കണം. ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ പുഴുക്കളോ അല്ലെങ്കിൽ വല്ല കീടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ശരിക്ക് പോയിക്കോളും. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് വേണം. പിന്നെ സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണം. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. ഇനി അതൊക്കെ ഒന്ന് കഷ്ണാക്കി എടുക്കാം. കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. ആ കോളിഫ്ലവറിനെ ഞാൻ ഈ വെള്ളം പാത്രത്തിൽ വെച്ചിട്ട് തിളച്ചിട്ടില്ല, നല്ല ചൂടായിട്ടൊന്ന് അതിലിട്ടിട്ട് വെക്കുകയാണ്. 10 മിനിറ്റ് കീടങ്ങളോ പുഴുക്കൾ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ബൗൾ എടുത്തിട്ട് ഒരു 125 ml കപ്പിന് 1 കപ്പ് കോൺഫ്ലവറിൻ്റെ പൊടിയും 1 കപ്പ് മൈദപ്പൊടി ഞാൻ ചേർത്തി കൊടുത്തു. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. പിന്നെ സോയാ സോസ് ഒരു 1.5 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകി വാരാൻ വെച്ച കോളിഫ്ലവർ ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. കുറേശ്ശെ വെള്ളം ഉണ്ടാവുകൊണ്ട് ആ പൊടിയൊക്കെ അതിമ ശരിക്ക് മസാലയായിട്ട് പറ്റി പിടിച്ചോളും. പിന്നെ കുറേശ്ശെ തിരീശ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങനെ കുഴച്ചെടുക്കണം. വല്ലാതെ കുഴച്ചിട്ട് പൊട്ടിപ്പോകരുത്. അത്യാവശ്യം വലിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ കുറേശ്ശെ വെള്ളം ഇങ്ങനെ ഓരോ ടീസ്പൂൺ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. മെല്ലെ പതുക്കെ കുഴച്ചെടുക്കണം, അല്ലെങ്കിൽ ഒക്കെ പൊട്ടിപ്പോവും. കുറേശ്ശെ പാകത്തിനനുസരിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. അങ്ങനെ കുഴച്ചവിടെ വെച്ചിട്ട് അതൊന്ന് പൊരിച്ചെടുക്കണം. അതാണ് വേണ്ടത്. ആദ്യം ഇത് പൊരിച്ചു കോരണം. പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം അങ്ങനെ കലക്കി അവിടെ വെക്കുക. അത് നമുക്ക് അവസാനം അതിലേക്ക് ഒഴിക്കാനുള്ളതാണ്, മസാലയിലേക്ക് ഒഴിക്കാനുള്ളതാണ്. പിന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് അത് പൊരിച്ചു പോരുന്നത്. അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തു. പിന്നെ ആ ഓയിൽ തന്നെ നല്ലോണം ചൂടായി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഇട്ട് പൊരിച്ചു കോരിയെടുക്കുകയാണ് വേണ്ടത്. ഒരു ഗോൾഡൻ കളർ ആവണത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടിട്ട് പൊരിച്ചു കോരിയെടുക്കുക. ഇനി ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. കോൺഫ്ലവർ എല്ലാം പൊരിച്ചു കോരി ഒരു പാനിൽ ഒരു 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്.
അതിലേക്ക് ഞാൻ പച്ചമുളകാണ് ആദ്യം ഇട്ട് കൊടുത്തത്. പിന്നെ ഇഞ്ചി കൊത്തിയരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 15 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ പച്ചച്ചവ മാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സവാള കൊത്തിയരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കുക. 2 സവാള, ഒരു മീഡിയം സവാള 2 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം ഒന്ന് വഴറ്റുക. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. കോളിഫ്ലവർ പൊരിച്ച് കോരിയപ്പോൾ അതിൽ ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കോളിഫ്ലവറും കൂടി ഇടുമ്പോൾ കൂടുതൽ ഇളകി കിട്ടാൻ ബുദ്ധിമുട്ടാണ് തോന്നിയതുകൊണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. വേറെ ചെറിയൊരു പാത്രം മാറ്റി വെച്ചു, പാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ടൊമാറ്റോ സോസ് വേണം. ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 3 ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സോയാ സോസ് 2 ടീസ്പൂണ്. ഇനി ഒരു ചില്ലി സോസ് 2 ടീസ്പൂണ് ഒഴിച്ചു കൊടുത്തു. പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്ര വേണം, ഞാൻ എത്ര കൂടുതൽ കറി വേണം അതിനനുസരിച്ച് ചെയ്യാം. വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഞാൻ നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവറിൻ്റെ പൊടി കുറച്ച് ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ ഒഴിച്ചിട്ട് ഇങ്ങനെ കട്ടാവാതെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ കണ്ടോ കുറുകി വരുന്നുണ്ട്. ഒന്ന് തിളക്കണോടുകൂടി ശരിക്ക് ആ പൊടി ഒഴിക്കണോടുകൂടി കുറുകി വരും. ഇപ്പോൾ നല്ലോണം അത്യാവശ്യം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചു കോരി വെച്ച കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിള വരുന്ന വരെ മതി. കൂടുതലൊന്നും ഇളക്കി യോജിപ്പിക്കണ്ട. കോളിഫ്ലവർ ശരിക്ക് പൊരിച്ചു കോരിയതാണല്ലോ, അപ്പോൾ അത് ശരിക്ക് വെന്തിട്ടുണ്ടാവും. ഉപ്പൊക്കെ അതിമക്ക് പിടിച്ചിട്ടും ഉണ്ടാവും. ഇനിയിപ്പോൾ അതൊന്ന് ആ മസാലകളൊക്കെ അതിമ കൂടെ ഒന്ന് ആവണ വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പം നല്ലൊരു വാസന വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് ഇപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ചെറിയ പീസ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇട്ട് കൊടുത്തു. ഞാൻ അവസാനമാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് വലിയൊരു ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ചൊരു പേരിന് മാത്രം ക്യാപ്സിക്കം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പം നല്ലൊരു ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും അതേപോലെ നൂലപ്പത്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തേക്ക് ഇത് മാറ്റിയെടുക്കുകയാണ്. നല്ല ടേസ്റ്റുള്ളൊരു വാസന വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.